ഹാൾ സിനിമയ്ക്ക് സമാന്തര സെൻസറിംഗ് നിർദ്ദേശങ്ങളുമായി കത്തോലിക്ക കോൺഗ്രസ്. സിനിമ കണ്ട ശേഷം 16 സീനുകൾ അടിസ്ഥാനമാക്കി എതിർപ്പ് പ്രകടിപ്പിച്ചു. സിനിമയെ എതിർത്ത് വീണ്ടും ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. ക്രൈസ്തവർ വലിയ തോതിൽ മതം മാറ്റം നടത്തുന്നുവെന്ന ധാരണയുണ്ടാക്കുന്നതാണ് ചില രംഗങ്ങളെന്ന് സത്യവാങ്മൂലത്തിൽ ആരോപിക്കുന്നുണ്ട്. അഹമ്മദ് മുജ്തബ വിവരങ്ങൾ നൽകും. മുജ്തബ, ഈ സിനിമയിലെ രംഗങ്ങളിൽ ഒരു സമാന്തര സെൻസറിംഗ് നിർദ്ദേശങ്ങളാണ് കത്തോലിക്ക കോൺഗ്രസ് നൽകിയിട്ടുള്ളത്. ഏതൊക്കെ സീനുകൾ വെട്ടിമാറ്റണമെന്നാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്? കഴിഞ്ഞ ശനിയാഴ്ച സിനിമ കണ്ട സാഹചര്യത്തിലാണ് അതിനുശേഷം പിന്നീട് ചില നിർദ്ദേശങ്ങൾ, അത് സീൻ ബൈ സീൻ ആയിട്ട് തന്നെ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. ഇന്ന ടൈം കോഡിൽ ഇന്ന രംഗം, ആ രൂപത്തിൽ സെൻസർ ബോർഡ് നിർദ്ദേശിച്ചതിന് തുല്യമായി നിരവധിയായ 16 മാറ്റങ്ങളാണ്, അല്ലെങ്കിൽ 16ഓളം പ്രശ്നങ്ങളാണ് കത്തോലിക്ക കോൺഗ്രസ് പുതിയതായി ഇന്നലെ ഈ കേസുണ്ടായിരുന്നു അപ്പോൾ നൽകിയിരിക്കുന്ന ഇതിനെ എതിർത്തുകൊണ്ടുള്ള അനുമതി നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയെ എതിർത്തുകൊണ്ടുള്ള പുതിയൊരു സത്യവാങ്മൂലമാണ്. നേരത്തെ തന്നെ പല പ്രശ്നങ്ങൾ അവർ ഉന്നയിച്ചിരുന്നു. അതിന് ശേഷം പിന്നീട് ഈ സിനിമ കാണുമ്പോൾ അവർ കൂടി സിനിമ കണ്ട ശേഷം ചില നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ക്രൈസ്തവ മതം വലിയ തോതിൽ അതിൽ ആളുകൾ മതം മാറ്റം നടത്തുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ധാരണ ഉണ്ടാക്കുന്ന ചില രംഗങ്ങളുണ്ട്. ഒപ്പം തന്നെ താമരശ്ശേരി ബിഷപ്പിനെയും ക്രൈസ്തവ വിശ്വാസങ്ങളെയും സംബന്ധിച്ച് സിനിമ തെറ്റിദ്ധാരണ പരത്തുന്നു. നിർബന്ധിത മതപരിവർത്തനം, ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള രംഗങ്ങൾ ആ രൂപത്തിൽ തന്നെ കാണിക്കുന്നുണ്ട്. പക്ഷെ അതിനെ നിർബന്ധിത മതപരിവർത്തനം എന്നുള്ള രീതിയിൽ അതിനൊരു സാധാരണ കാര്യമായി അവതരിപ്പിക്കുന്നതാണ്. അത് വലിയ തരത്തിൽ പ്രകോപനം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ താമരശ്ശേരി ബിഷപ്പിന്റെ കാര്യം, അത് നേരത്തെ തന്നെ ഇംപ്ലിമെന്റ് പെറ്റീഷനിൽ പ്രത്യേകമായി തന്നെ പറഞ്ഞിരുന്നു. ബിഷപ്പിന്റെ അന്തസ്സിനെ കളങ്കപ്പെടുന്നു, പ്രത്യേകിച്ച് ഈ മതം മാറിയുള്ള കല്യാണങ്ങളെ, വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ബിഷപ്പ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു, പ്രൊമോട്ട് ചെയ്യുന്നു എന്നതുൾപ്പെടെയുള്ള പ്രതീതി പൊതുജനങ്ങൾക്കൂടെ ഇടയിൽ ഉണ്ടാക്കാൻ ഈ സിനിമ കാരണമാകും. അതുകൊണ്ട് ബിഷപ്പിനെ ആ രൂപത്തിൽ കളങ്കപ്പെടുത്തുന്ന രംഗങ്ങൾ ഇതിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ പറയുന്ന പ്രത്യേക കാര്യം, ഇത്രയും 16 മാറ്റങ്ങൾ പറഞ്ഞ്, അല്ലെങ്കിൽ 16 പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചതിന് ശേഷം പറയുന്നത്, സ്വാഭാവികമായും സെൻസർ ബോർഡ് ഇങ്ങനെ നടപടി, ഇത് മാറ്റണമെന്ന് പറഞ്ഞ നടപടി അത് ശരിയാണ്, ആ രൂപത്തിൽ അത് മാറ്റി തന്നെ മാത്രമേ സിനിമയ്ക്ക് അനുമതി നൽകാൻ കഴിയൂ എന്നുള്ളത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് 4 മണിക്ക് ഹൈക്കോടതി ഈ വിഷയം ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. എന്ത് തരത്തിലായിരിക്കും കോടതിയിൽ പുതിയ വാദം ഇത് സംബന്ധിച്ച് കേൾക്കുമോ, അല്ലെങ്കിൽ ഇന്ന് തന്നെ വൈകിട്ട് വീണ്ടും ഈ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് കത്തോലിക്ക കോൺഗ്രസ് ചില സമാന്തര സെൻസറിംഗ് നിർദ്ദേശങ്ങൾ കോടതിക്ക് മുൻപാകെ വെച്ചിട്ടുള്ളത്.